യെസ്, ഫൈനലി നമ്മളെല്ലാവരും ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുന്ന ISRO യുവിക 2025ന്റെ ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ISRO പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ISRO കണ്ടക്ട് ചെയ്യുന്ന സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. വളരെ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് ISRO യുവിക എന്നുള്ളത്. ഒരു ഫ്യൂ ഡേയ്സ് മുന്നേ, 2-3 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈസി ആയിരിക്കും. കാരണം അതിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ് വരിക, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് വേണ്ടത്, ഏതൊക്കെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയാസ്, മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷനുള്ളത്. ജസ്റ്റ് ഡേറ്റിൽ മാത്രമേ ഒരു ചേഞ്ച് ഉള്ളൂ. കാരണം പുതിയ ഡേറ്റുകളായിരിക്കുമല്ലോ വരിക. ബാക്കി കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷനിൽ ഉള്ളത്. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് ക്വിക്കായിട്ട് പുതിയ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. ഇനി ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കണ്ട കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ISRO യുവിക 2025 എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ISRO കണ്ടക്ട് ചെയ്യുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓൾ ഓവർ ഇന്ത്യ സെലക്ട് ചെയ്യുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് അവിടെ ISROയുടെ ഡിഫറെന്റ് സെന്റേഴ്സിൽ പോകാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു 2 വീക്സ് അവിടെ സ്റ്റേ ചെയ്ത്, ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് സ്റ്റേ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ISRO സ്പോൺസേർഡ് യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക ഇസ് എ 2-week റെസിഡൻഷ്യൽ പ്രോഗ്രാം ഫോർ സ്കൂൾ സ്റ്റുഡൻസ്. 2 വീക്സ് ISROയുടെ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ 2 വീക്സ് അവിടെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ISRO ഹാസ് ലോഞ്ച്ഡ് ആൻ അംബിഷ്യസ് ഇനിഷ്യേറ്റീവ് വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 2019. അല്ല, ഇതൊക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇനി ആർക്കാണ് ഈ ഒരു പ്രോഗ്രാമിൽ, എന്താണ് അവർക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആർക്കൊക്കെയാണ് ഇതിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഓപ്പൺ ടു സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 9 ആസ് ഓഫ് January 1st, 2025. ഓക്കെ, ഈ വർഷം 2025 January 1st നിങ്ങൾ 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ കറന്റ് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് റെഡി. ഇനി ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇൻ 2024 എ ടോട്ടൽ ഓഫ് 350 സ്റ്റുഡൻസ് ഫ്രം ഓൾ 28 ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രോഗ്രാം അക്രോസ് 7 ISRO സെന്റേഴ്സ് വിച്ച് ആർ ആസ് ഫോളോസ്. ഓക്കെ, 7 സെന്റേഴ്സിലായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ വർഷത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഓരോരോ സെന്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഞാൻ വായിക്കുന്നില്ല, കഴിഞ്ഞ വീഡിയോയിലും സെയിം സംഭവം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള VSSC അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെന്റേഴ്സ് ആയിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ വർഷം 350 സ്റ്റുഡൻസിനെയാണ് ആലോചിക്കേണ്ടത്. ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിൽ നിന്ന്, ഇന്ത്യയിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്, ഡേറ്റ്സ് ആണ്. കാരണം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മുന്നേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡേറ്റിലാണ് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. ഒന്ന്, അനൗൺസ്മെന്റ് ഓഫ് ദ പ്രോഗ്രാം 2025 February 24. അല്ല, ഞാനിപ്പോൾ ഇന്ന് February 24 ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട്സ് 2025 February 24 രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. അപ് ടു ഏത് ദിവസം വരെ ഉണ്ട്? രജിസ്ട്രേഷൻ എൻഡ്സ് 2025 March 23. March 23 കൂടി എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ എൻഡ് ചെയ്യും. അപ്പോൾ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് മിനിറ്റിലോട്ട് നിൽക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇതാ. കാരണം ലാസ്റ്റ് മിനിറ്റിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യും. ചിലപ്പോൾ സൈറ്റ് ജാം ആവാം, കാരണം ഒരുപാട് ട്രാഫിക് വരും ആ ലാസ്റ്റ് മിനിറ്റിലോട്ട്. അപ്പോൾ നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം റെഡി ആക്കി നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈവൻ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള കാരണം, നമ്മുടെ എക്സാം വൈയുടെ കമ്മ്യൂണിറ്റിയുള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും ലാസ്റ്റ് മിനിറ്റിലോട്ട് വെക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല, ഇതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് പുറകെ ആയി പോകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഉണ്ട് റിലീസ് ഓഫ് ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ് 2025 April 7 ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി റിപ്പോർട്ടിംഗ് ബൈ സെലക്ടഡ് സ്റ്റുഡൻസ് അറ്റ് റെസ്പെക്റ്റീവ് ISRO സെന്റേഴ്സ്. ഈ പ്രോഗ്രാം നടക്കുന്നത് May 19 മുതൽ May 30 വരെയാണ്. അപ്പോൾ May 18 റെസ്പെക്റ്റീവ് സെന്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണം സ്റ്റുഡൻസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓർ ആസ് ഇന്റിമേറ്റഡ് ബൈ ISRO ത്രൂ രജിസ്റ്റേർഡ് ഇമെയിൽ ഓഫ് ദ സ്റ്റുഡന്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മെയിൽ IDയിലോട്ട് ISRO നിങ്ങളെ ഇൻഫോം ചെയ്യും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025 May 19 to 30. ഓക്കെ, ആ ഒരു ടൈമിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് സെൻഡ് ഓഫ് ഡേറ്റ് ആൻഡ് ഫോർ സെലക്ടഡ് സ്റ്റുഡൻസ് ഫ്രം റെസ്പെക്റ്റീവ് സെന്റേഴ്സ് May 31.
ഓക്കെ, മെയ് 31 കൂടി പരിപാടി കഴിയും. അതായത് വെക്കേഷനിലാണ് ഈ പ്രോഗ്രാം യൂഷ്വലി നടക്കാറുള്ളത്, സമ്മർ വെക്കേഷനിലാണ് നടക്കുക. അപ്പോൾ ഈ വർഷത്തിൽ നടക്കുന്നത് മെയ് 19 to 30 എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി ഇനിയുള്ള കാര്യങ്ങൾ മാർച്ച് 23 വരെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, പിന്നെ ഇവിടെ അതിന്റെ കുറച്ച് എന്തൊക്കെയാണെന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 രജിസ്റ്റർ വയ ഇമെയിൽ ഫോർ Yuviga 2025. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സ്റ്റെപ്പ് 2 പറയുന്നത് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദി ഓൺലൈൻ ക്യൂസ് വിത്തിൻ 48 hours ഓഫ് ഇമെയിൽ രജിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലോട് സെലക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അത് ഒരൊറ്റ ക്രൈറ്റീരിയ ഒരു എക്സാം ബേസ് ചെയ്തിട്ടോ ഒരു ക്യൂസ് ബേസ് ചെയ്തിട്ടോ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ISRO കണ്ടക്ട് ചെയ്യുന്ന ക്യൂസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ വിത്തിൻ 48 hours അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യൂസ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3 ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ക്യൂസ് വെയിറ്റ് അറ്റ്ലീസ്റ്റ് 60 minutes ബിഫോർ ലോഗിങ് into the Yuviga portal to complete and submit the online application form. Be sure to download a copy of the submitted form എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ക്യൂസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു 60 minutes വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ സബ്മിറ്റഡ് ഫോം എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ അപ്ലോഡ് എ സൈൻഡ് കോപ്പി ഓഫ് ദി ഫോം ആൻഡ് ഓൾ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്സ് ബിഫോർ ദ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റഡ് ആക്കി എന്നുള്ളതിന്റെ ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോമും അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പല കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റ്സും ഈ ഫോമും എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു ക്യൂസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതിവിടെ പറയുന്ന പോലെ ക്യൂസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 60 minutes വെയിറ്റ് ചെയ്തിട്ട് യുവിക പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യൂസ് ചെയ്യാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ക്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു ഇതിന് രജിസ്റ്റർ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രാവൽ ഇരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോകുന്ന ദിവസമാണ്, അങ്ങനത്തെ ടൈമിലൊക്കെ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇമെയിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 48 hours നിങ്ങൾക്ക് ആ ക്യൂസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അടുത്തൊരു 3-4 ദിവസം കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിത്തിൻ 48 hours വെച്ചാൽ 2 days ഉള്ളിൽ ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം നോക്കിയിട്ട് വേണം ഈ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ക്യൂസ് മാത്രമല്ല വേറെയും പല ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് ഇതിലോട്ടുള്ള സെലക്ഷൻ വരുന്നത്. ഫസ്റ്റ് വരുന്നത് മാർക്സ് ഒബ്റ്റൈനിങ് ക്ലാസ് 8 എക്സാം 50% വെയിറ്റേജ് അതിനാണ്. ഓക്കെ, 50% വെയിറ്റേജ് വരുന്നത് ക്ലാസ് 8 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിനാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്യൂസിന്റെ ആ ഒരു സംഭവം വരുന്നത് 10% ആണ്. ഓക്കെ, 10% വെയിറ്റേജ് വരുന്നത് ക്യൂസിനാണ്. പിന്നെ ഉള്ളത് എല്ലാവർക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആയിക്കോളുന്നില്ല, പലർക്കും പല കാര്യങ്ങളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് എടുക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് റാങ്ക് ഇൻ ഒളിമ്പ്യാഡ് ഓർ ഇക്വലന്റ് ഫസ്റ്റ് ടു തേർഡ് റാങ്ക് ഇൻ സ്കൂൾ ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് ഇൻ അബോവ് ലെവൽ ഇൻ ലാസ്റ്റ് 3 years. ലാസ്റ്റ് 3 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒളിമ്പ്യാഡ് എക്സാമുകൾ അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏതെങ്കിലും ലെവൽ സ്കൂളിലോ ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂൾ ലെവലാണെങ്കിൽ 2%, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ലെവൽ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ അതുപോലെ തന്നെ റാങ്ക് അനുസരിച്ചിട്ട് അതിന്റെ പെർസെൻറ്റേജിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും, വെയിറ്റേജ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാമുകളൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, ഒളിമ്പ്യാഡ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യണം, അത് എഴുതണം, അതിന് പ്രിപ്പയർ ചെയ്യണം. കാരണം അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ വരും, നിങ്ങളുടെ തന്നെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിൽ വരും, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ഹെൽപ്ഫുൾ ആയി വരും. ഇതെല്ലാം യൂസ്ഫുൾ ആണ്. ഓക്കെ, അതാണ് ഒരു ക്രൈറ്റീരിയ വരുന്നതാണ്. പിന്നെ ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷൻസിൽ വിന്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, സിമിലർലി ഫസ്റ്റ് തേർഡ് റാങ്ക് സ്കൂൾ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ലാസ്റ്റ് 3 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും ഇതുപോലെ എന്തുണ്ട്, വെയിറ്റേജുകളുണ്ട്. പിന്നെ ഉള്ളത് സയൻസ് ഫെയർ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സ്കൂൾ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ ലാസ്റ്റ് 3 years എത്തിയിട്ടുണ്ടെങ്കിൽ 2%, 5%, 10% എന്നുള്ള രീതിയിൽ എന്തുണ്ട്, അതിന് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS പോലെയുള്ള ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ മെമ്പർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ലാസ്റ്റ് 3 years ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് 5% വെയിറ്റേജ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരുപാട് ആളുകൾക്ക് വലിയ അഡ്വാൻറ്റേജ് വരുന്ന ഒരു കാര്യമാണ്, സ്റ്റഡിങ് ഇൻ വില്ലേജ് ഓർ റൂറൽ സ്കൂൾ ലൊക്കേറ്റഡ് ഇൻ പഞ്ചായത്ത് ഏരിയ. ഓക്കെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇങ്ങനെ പല പല രീതിയിലാണ് നമ്മുടെ ഏരിയ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ പഞ്ചായത്ത് ഏരിയയിൽ വരുന്ന ഒരു സ്കൂളാണെങ്കിൽ അത് കൺസിഡർ ചെയ്യുക ഒരു വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള സ്കൂളായിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 15% ഇവിടെ ഒരു വെയിറ്റേജ് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ സ്കൂൾ പഞ്ചായത്തിലാണെങ്കിൽ 15% കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു ക്യൂസിനെ ബേസ് ചെയ്തിട്ടോ ഒരു പെർട്ടിക്കുലർ എക്സാമിനെ ബേസ് ചെയ്തിട്ടോ അല്ല ഇതിന്റെ ക്രൈറ്റീരിയ വരുന്നത്. ഇത് ഒരുപാട് കമ്പോണൻസ് ഇതിലോട്ട് വരുന്നുണ്ട്, ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് മാക്സിമം കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, മാക്സിമം കാര്യങ്ങൾ. കാരണം ISRO മെൻഷൻ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ ഏത് ഒളിമ്പ്യാഡ് എന്ന് പർട്ടിക്കുലറി മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഒളിമ്പ്യാഡ് എന്ന് പർട്ടിക്കുലർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്രോഡ് ഐഡിയ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാലിഡ് ആണെന്ന് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏതിൻ്റെ വെയിറ്റേജ് ഒക്കെയാണ് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു യുവിക പ്രോഗ്രാമിൽ സെലക്ട് ചെയ്ത സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം ISRO യുവികയിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ മുഴുവൻ അവരായിട്ടുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഇത് അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ആണ്. ട്രാവൽ എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി ISRO ടേക്ക് കെയർ ചെയ്യും. സ്റ്റുഡൻസ് വിൽ ബി റീംബേഴ്സ്ഡ് ഫോർ ട്രാവൽ എക്സ്പെൻസസ് സെക്കൻഡ് ടയർ AC ട്രെയിൻ അല്ലെങ്കിൽ AC ബസ് ഫെയർ ബൈ ഓതറൈസ്ഡ് ട്രാൻസ്പോർട്ട് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓർ ബസ് ടെർമിനൽ ടു ദ റിപ്പോർട്ടിംഗ് സെന്റർ ആൻഡ് ബാക്ക്. അല്ലെ, നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സെന്ററിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ വരെയുള്ള നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസ് അതോ ഒന്ന് സെക്കൻഡ് ക്ലാസ് AC ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ AC ബസ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ സെന്ററിലോട്ട് പോകാനുള്ള എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട് ISRO ടേക്ക് കെയർ ചെയ്യും. അതുപോലെ തന്നെ അക്കോമഡേഷൻ ആൻഡ് മെറ്റീരിയൽസ് ISRO വിൽ ഫുള്ളി കവർ ഓൾ കോഴ്സ് മെറ്റീരിയൽസ്, ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം. നിങ്ങളൊന്നും അറിയേണ്ട, നിങ്ങൾ പോയി കൊടുത്താൽ മതി. നിങ്ങളുടെ അക്കോമഡേഷൻ ആയിക്കോട്ടെ, അവിടുത്തെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, വട്ടെവർ ഇറ്റ് ഈസ്, എല്ലാ കാര്യങ്ങളും ISRO തന്നെ ഹാൻഡിൽ ചെയ്യും. കാരണം നിങ്ങൾ ISROയുടെ ഗസ്റ്റ് പോലെയാണ് ശരിക്കും പോകുന്നത്, അല്ല, ISRO കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളായിട്ടാണ് പോകുന്നത്. സോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ISRO ടേക്ക് കെയർ ചെയ്യും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലാണ് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസും ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റുഡൻസ്, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഫൗണ്ടേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 6 സ്റ്റുഡൻസ് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ഓവർ ഇന്ത്യ സെലക്ട് ചെയ്യപ്പെടുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ പ്രോഗ്രാമിലോട്ട് ഇൻവിറ്റേഷൻ കിട്ടുക. അതിൽ 6 സ്റ്റുഡൻസ് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം നമ്മുടെ ഒരു സ്റ്റുഡൻറ് സെലക്ഷൻ കിട്ടി, അടുത്ത വർഷം ഒരു സ്റ്റുഡൻറ് സെലക്ഷൻ കിട്ടി, കഴിഞ്ഞ വർഷം 4 സ്റ്റുഡൻസിന് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഈ വർഷം വീണ്ടും ആ നമ്പർ ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മളുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോട് എത്തിച്ചു തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നതും അതുപോലെയുള്ള മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല യുവിക പ്രോഗ്രാമിലോട്ട് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിനുള്ള ഒരു വെബിനാറും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണാം. ആ വെബിനാറിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ക്വയറീസ്, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ ഇവരെല്ലാവരും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ISRO പോയി ഇതുപോലെ അവിടുത്തെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ISRO ചെയർമാൻ അടക്കമുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് തിരിച്ചു വന്ന സ്റ്റുഡൻസ് ആണ്. ഇവരെല്ലാവരും നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആയിരുന്നു, എല്ലാവരും നമ്മുടെ കോഴ്സിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾ, ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് ഇതിലോട്ടും വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മാർക്ക്, 8th സ്റ്റാൻഡേർഡിലുള്ള മാർക്കാണ് 50% വെയിറ്റേജ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ചെയ്യുന്ന കാര്യത്തിന് എന്താണ് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട്? ഇപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ +2 കഴിഞ്ഞിട്ടല്ലേ എഴുതുക, അതിന് ഇപ്പോഴേ തന്നെ ഫൗണ്ടേഷൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള വളരെ സ്ട്രോങ് മറുപടിയാണിത്. നമ്മൾ നമ്മുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ISRO യുവിക മാത്രമല്ല, ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി പറയാനുള്ളത്, നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്കൂളിൽ ഒരു എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി നമ്മുടെ ഡ്രീംസിലോട്ട് എത്താനുള്ള പാത്ത് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് വേണം നമ്മൾ ലേണിങ്ങിനെ കാണാൻ. അതാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചിൽ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള കാര്യം അതാണ്. കുറേ ഇരുത്തി പഠിപ്പിച്ച് മണിക്കൂറുകളോളം ലെക്ചേഴ്സ് കൊടുക്കുന്നതിന് പകരം ഷോർട്ട് വീഡിയോസിലൂടെ, റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിലൂടെയും ഓരോരുത്തരെയും പേഴ്സണലി മോണിറ്റർ ചെയ്യാനുള്ള മെന്റേഴ്സിലൂടെയും അങ്ങനെ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡഡ് സിസ്റ്റത്തിലൂടെ നമ്മൾ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. സ്റ്റുഡൻസിന് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടണം, അവർക്ക്
ഒരു നോർമലി പഠിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി സ്കില്ലുകൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ അഡ്വാൻസ് ചെയ്ത് പോകണം എന്നുള്ള ഒരൊറ്റ ഡ്രീമിന്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇത്രമാത്രം സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇതിലോട്ട് മാത്രം ഇതുപോലെ ഒരുപാട് കോമ്പറ്റീവ് എക്സാമിനേഷനിലോട്ട് ഒരുപാട് സ്റ്റുഡൻസ് സെലക്ട് ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇത്രയും എക്സ്ക്ലൂസീവ് ആയുള്ള പ്രോഗ്രാമിൽ തന്നെ ഇത്രയും അധികം സ്റ്റുഡൻസ് സെലക്ട് ആയി എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ കറന്റ് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ 8th പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, 7th പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ താഴത്തെ ക്ലാസ്സുകളിലുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ കാണേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നിങ്ങൾ 9th എത്തുമ്പോഴേക്കുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു അവസരം കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം. ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ആയുള്ള ഒരു വെബിനാർ വരുന്നുണ്ട്. വെബിനാർ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.